നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. പൂഞ്ച് രജൌരി മേഖലയിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന ഭീകരാക്രമണങ്ങളെ തുടർന്ന് ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിക്കാൻ ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിലാണ് വൻതോതിലുള്ള സൈനിക നടപടി. പിർപഞ്ചൽ റേഞ്ചുകളുടെ ഇരുവശത്തും ഓപ്പറേഷൻ സർവശക്തി ആരംഭിക്കും. സൈനിക ആസ്ഥാനത്ത് നിന്നും നോർത്തേൺ കമാൻഡിൽ നിന്നും ഭീകരർക്കെതിരെ സുരക്ഷാ സേന നടപടികൾ സ്വീകരിക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ ആർമി, സ്റ്റേറ്റ് ഏജൻസികൾ, ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവ പാക് പദ്ധതികളെ തടയാൻ പരസ്പരം അടുത്ത ഏകോപനത്തിൽ സജീവമായി പ്രവർത്തിക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിലെ സുരക്ഷയ്ക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് ഈ തീരുമാനം. രജൌരി, പൂഞ്ച് പ്രദേശം കഴിഞ്ഞ വർഷം ഒട്ടേറെ ഭീകരാക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. പിർപഞ്ചൽ റേഞ്ചിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദം ആശങ്കയുളവാക്കുന്ന വിഷയമായി കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾക്ക് നിയന്ത്രണ രേഖയിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നത് തുടരുന്നുവെന്നും ഇതാണ് തീവ്രവാദികൾക്ക് ശക്തി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികളുമായുള്ള മികച്ച സഹവർത്തിത്വവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും കേന്ദ്രീകരിച്ചാണ് സൈന്യം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിസംബർ 21-ന് ദേരാക്കി ഗലി പ്രദേശത്തിനും ബുൾഫിയാസിനും ഇടയിലുള്ള ദത്യാർ മോർ എന്ന സ്ഥലത്തെ വളവിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരരുടെ കനത്ത വെടിവെപ്പുണ്ടായി. ആക്രമണത്തിൽ 4 സൈനികരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് വൻ ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെയും ആക്രമണമുണ്ടായി. വാഹനത്തിന് നേരെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. ഇതോടെ സൈന്യം തിരിച്ചടിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് വിവരം. പൂഞ്ചിലെ കൃഷ്ണഘാട്ടിക്ക് സമീപമുള്ള ഒരു വനത്തിൽ നിന്ന് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്ന് കരസേന എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ അറിയിച്ചു. ആക്രമണത്തിനിരയായ വാഹനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ക്യാമ്പിലേക്ക് തിരികെ കൊണ്ടുപോവുകയായിരുന്നു. മേഖലയിലെ ഭീകരരുടെ പദ്ധതികൾ പരാജയപ്പെടുത്താൻ പുതുവർഷത്തിലേക്കുള്ള ഭീകരവിരുദ്ധ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നതിന് വടക്കൻ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ അധ്യക്ഷതയിൽ ഉന്നത സുരക്ഷാ യോഗം ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവം നടന്നത്. പൂഞ്ചിലെ പുതിയ ആക്രമണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കനത്ത സൈനിക നടപടികൾ ആരംഭിക്കാൻ തീരുമാനം വന്നത്. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം ഇല്ലാതാക്കിയെന്നായിരുന്നു ഇതുവരെയുള്ള സംഘപരിവാറിന്റെ അവകാശവാദം. ജമ്മു കാശ്മീരിന് ഭരണഘടന നൽകിയിരുന്ന പ്രത്യേക അവകാശം എടുത്തുകളഞ്ഞ് 2ആയി വിഭജിച്ചതോടെ ജമ്മു കാശ്മീർ ശാന്തമായി എന്നായിരുന്നു അമിത്ഷാ വരെ പറഞ്ഞത്. തോക്കെടുത്ത് നടന്നിരുന്ന കാശ്മീരിലെ തീവ്രവാദികൾ ഇപ്പോഴിതാ ജീവിക്കാനായി ആപ്പിൾ വിൽക്കുന്നു എന്ന് വരെ BJP പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ കാശ്മീരിലെ പ്രശ്നങ്ങൾ ഇല്ലാതായി എന്ന് BJP പറഞ്ഞിടത്താണ് ഇപ്പോൾ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരിക്കുന്നത്. BJPയുടെ പച്ചനുണ പ്രചാരണമായിരുന്നു അത് എന്നത് കൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്.